സ്റ്റുവർട്ട് ലിറ്റിൽ. അധ്യായം 1. മിസ്സിസ് ഫ്രെഡറിക് ലിറ്റിലിന് രണ്ടാമത്തെ മകൻ പിറന്നപ്പോൾ അവൻ ഒരു എലിയേക്കാൾ വലുതല്ലെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞ് എല്ലാ രീതിയിലും ഒരു എലിയെപ്പോലെയായിരുന്നു. അവന് ഏകദേശം 2.5 ഇഞ്ച് ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഒരു എലിയുടെ കൂർത്ത മൂക്കും എലിയുടെ വാലും എലിയുടെ മീശയും എലിയുടെ സൗമ്യവും ലജ്ജാശീലവുമായ സ്വഭാവവും ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അവനെ ഒരു എലിയെപ്പോലെ കാണുക മാത്രമല്ല, അവൻ ഒരു എലിയെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലിറ്റിൽ അവന് സ്റ്റുവർട്ട് എന്ന് പേരിട്ടു. മിസ്റ്റർ ലിറ്റിൽ 4 ക്ലോത്ത് പിന്നുകളും ഒരു സിഗരറ്റ് പെട്ടിയും ഉപയോഗിച്ച് അവനൊരു ചെറിയ കിടക്ക ഉണ്ടാക്കി കൊടുത്തു. മിക്ക കുഞ്ഞുങ്ങളെയും പോലെയായിരുന്നില്ല സ്റ്റുവർട്ട്. അവൻ ജനിച്ചയുടൻ നടക്കാൻ തുടങ്ങി. ഒരാഴ്ച പ്രായമായപ്പോൾ അവന് കയറിലൂടെ ലാമ്പുകളിൽ കയറാൻ കഴിയുമായിരുന്നു. മിസ്സിസ് ലിറ്റിലിന് ഉടൻ തന്നെ അവന് താൻ നൽകിയ ശിശുവസ്ത്രങ്ങൾ അനുയോജ്യമല്ലെന്ന് മനസ്സിലായി. അവൾ അവനു വേണ്ടി ഒരു നല്ല നീല വൂൾസ്യൂട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ പോക്കറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ അവന് തൂവാലയും പണവും താക്കോലുകളും സൂക്ഷിക്കാമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ സ്റ്റുവർട്ട് വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് മിസ്സിസ് ലിറ്റിൽ അവന്റെ മുറിയിൽ പോയി അവന് കത്തുകൾ തൂക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ചെറിയ തുലാസിൽ തൂക്കി നോക്കുമായിരുന്നു. ജനിക്കുമ്പോൾ സ്റ്റുവർട്ടിനെ അവന്റെ ഭാരം വെച്ച് നോക്കിയാൽ 3 സെന്റിന് ഫസ്റ്റ് ക്ലാസ് മെയിൽ വഴി അയക്കാമായിരുന്നു. പക്ഷെ അവന്റെ മാതാപിതാക്കൾ അവനെ അങ്ങനെ അയക്കുന്നതിന് പകരം അവരുടെ കൂടെ നിർത്താൻ ഇഷ്ടപ്പെട്ടു. 1 മാസം പ്രായമായപ്പോൾ അവന് 1 ഔൺസിന്റെ 1/3 മാത്രമേ ഭാരം വർദ്ധിച്ചുള്ളൂ എന്ന് കണ്ടപ്പോൾ അവന്റെ അമ്മ വളരെ വിഷമിച്ച് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ സ്റ്റുവർട്ടിനെ വളരെ ഇഷ്ടമായി. ഒരു അമേരിക്കൻ കുടുംബത്തിന് ഒരു എലി ഉണ്ടാകുന്നത് വളരെ അസാധാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്റ്റുവർട്ടിന്റെ താപനില എടുത്തു. അത് 98.6 ആയിരുന്നു. അത് ഒരു എലിക്ക് സാധാരണമാണ്. അദ്ദേഹം സ്റ്റുവർട്ടിന്റെ നെഞ്ചും ഹൃദയവും പരിശോധിക്കുകയും ഒരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അവന്റെ ചെവിയിലേക്ക് ഗൗരവത്തോടെ നോക്കുകയും ചെയ്തു. എല്ലാം ഓക്കെയാണ്. മിസ്സിസ് ലിറ്റിലിന് അങ്ങനെ ഒരു നല്ല റിപ്പോർട്ട് ലഭിച്ചതിൽ സന്തോഷമായി. ഇനി അവന് ഭക്ഷണം കൊടുക്കൂ, ഡോക്ടർ പുറപ്പെടുമ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു. ലിറ്റിൽ കുടുംബത്തിന്റെ വീട് ന്യൂയോർക്ക് നഗരത്തിലെ ഒരു പാർക്കിന് സമീപമുള്ള മനോഹരമായ സ്ഥലമായിരുന്നു. രാവിലെ കിഴക്കൻ ജനലുകളിലൂടെ സൂര്യപ്രകാശം കടന്നുവരും. സാധാരണയായി ലിറ്റിലും അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു. സ്റ്റുവർട്ട് അവന്റെ ചെറിയ വലുപ്പം കൊണ്ട് ഒരു എലിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അത് അവന്റെ മാതാപിതാക്കൾക്കും മൂത്ത സഹോദരൻ ജോർജിനും വലിയ സഹായമായിരുന്നു. ഒരു ദിവസം മിസ്സിസ് ലിറ്റിൽ മിസ്റ്റർ ലിറ്റിൽ കുളിച്ചതിന് ശേഷം ബാത്ത് ടബ് കഴുകുമ്പോൾ അവളുടെ വിരലിൽ നിന്ന് അവരുടെ മോതിരം നഷ്ടപ്പെടുകയും അത് അഴുക്കുചാലിലേക്ക് വീണ് താഴ്ന്നു പോകുന്നത് കണ്ട് അവൾ ഭയക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്തു ചെയ്യണം? കണ്ണുനീർ അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. ഞാനായിരുന്നെങ്കിൽ ഒരു ഹെയർപിൻ ചൂണ്ടക്കുളത്തിന്റെ ആകൃതിയിൽ വളച്ച് ഒരു ചരടിൽ കെട്ടി ആ മോതിരം ചൂണ്ടയിടുന്നത് പോലെ എടുക്കാൻ ശ്രമിക്കുമായിരുന്നു, ജോർജ് പറഞ്ഞു. അങ്ങനെ മിസ്സിസ് ലിറ്റിൽ ഒരു കഷ്ണം ചരടും ഒരു ഹെയർപിന്നും കണ്ടെത്തി. ഏകദേശം അരമണിക്കൂറോളം അവൾ മോതിരത്തിനായി ശ്രമിച്ചു. പക്ഷേ അഴുക്കുചാലിനടിയിൽ ഇരുട്ടായിരുന്നത് കാരണം മോതിരം എവിടെയാണോ അവിടെ എത്തുന്നതിന് മുമ്പ് കൊളുത്ത് എല്ലായ്പ്പോഴും എവിടെയെങ്കിലും കുടുങ്ങുന്നതായി തോന്നി. എന്തായി? മിസ്റ്റർ ലിറ്റിൽ ബാത്റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നും കിട്ടിയില്ല, മിസ്സിസ് ലിറ്റിൽ പറഞ്ഞു. മോതിരം വളരെ താഴെയായതിനാൽ എനിക്കത് കൊളുത്തിയെടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് സ്റ്റുവർട്ടിനെ താഴേക്ക് അയച്ചാലോ? മിസ്റ്റർ ലിറ്റിൽ നിർദ്ദേശിച്ചു. എന്താ സ്റ്റുവർട്ട്, നിനക്ക് ശ്രമിക്കാൻ പറ്റുമോ? അതെ, ഞാൻ തയ്യാറാണ്, സ്റ്റുവർട്ട് മറുപടി പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ പഴയ പാൻറ് ഇടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അവിടെ എന്തായാലും നനഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും, ജോർജ് പറഞ്ഞു. തന്റെ ചൂണ്ടക്കൊളുത്ത് പ്രവർത്തിക്കാത്തതിൽ അവന് അല്പം നീരസമുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുവർട്ട് തന്റെ പഴയ പാൻസ് ധരിച്ച് മോതിരത്തിനായി അഴുക്കുചാലിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അവൻ ഒരു ചരട് കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഒരറ്റം അവന്റെ പിതാവിനെ ഏൽപ്പിച്ചു. ഞാൻ 3 തവണ ചരട് വലിക്കുമ്പോൾ എന്നെ മുകളിലേക്ക് വലിക്കണം, അവൻ പറഞ്ഞു. മിസ്റ്റർ ലിറ്റിൽ ടബിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ സ്റ്റുവർട്ട് അഴുക്കുചാലിലൂടെ എളുപ്പത്തിൽ താഴേക്ക് ഊർന്നിറങ്ങി കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. 1 മിനിറ്റിനുള്ളിൽ ചരടിൽ 3 തവണ വേഗത്തിൽ വലിവുണ്ടായി. മിസ്റ്റർ ലിറ്റിൽ ശ്രദ്ധാപൂർവം അത് മുകളിലേക്ക് വലിച്ചു. അവിടെ അറ്റത്ത് സ്റ്റുവർട്ട് മോതിരം സുരക്ഷിതമായി ആ മോതിരം അവന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്നു. ഓ, എന്റെ ധീരനായ പൊന്നുമകനെ, സ്റ്റുവർട്ടിനെ ഉമ്മ വെച്ച് നന്ദി പറഞ്ഞുകൊണ്ട് മിസ്സിസ് ലിറ്റിൽ അഭിമാനത്തോടെ പറഞ്ഞു. അവിടെ അതിനകത്ത് എങ്ങനെയുണ്ടായിരുന്നു? താൻ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച് അറിയാൻ എപ്പോഴും ജിജ്ഞാസയുണ്ടായിരുന്ന മിസ്റ്റർ ലിറ്റിൽ ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു, സ്റ്റുവർട്ട് പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ അഴുക്കുചാൽ അവനെ വളരെ വഴുവഴുപ്പുള്ളവനാക്കിയിരുന്നു. അവന് വീണ്ടും സാധാരണ നിലയിലാകാൻ കുളിക്കുകയും അമ്മയുടെ ഷാംപൂ അല്പം തളിക്കുകയും ചെയ്യേണ്ടി വന്നു. കുടുംബത്തിലെ എല്ലാവരും അവൻ എല്ലാ കാര്യത്തിലും വളരെ മിടുക്കനും നല്ലവനുമാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കി.